ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒരു ക്ലാസ് എടുത്തു എന്ന കാരണത്താൽ സന്ദേശം ഒരു പൊളിറ്റിക്കൽ സിനിമ ആവില്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സിമ്പിളായിട്ട് ഈ സിനിമയുടെ പ്ലോട്ട് പറയാം. റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായർ നാട്ടിലെ വീടും പറമ്പും നോക്കി അവിടെ സെറ്റിൽ ആവാം എന്ന് വിചാരിക്കുമ്പോൾ ഒട്ടും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സ് ഒപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം രാഘവൻ നായരുടെ എല്ലാവിധ കണക്കുകൂട്ടലും തെറ്റുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം രാഘവൻ നായറിന് ഓരോ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട്. ഇനി ടോപ്പിക്കിലോട്ട് വരാം. സന്ദേശം എവിടെയെങ്കിലും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഘവൻ നായരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ്. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെ കാരണമാണ് ഇയാൾക്ക് എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. സോ ആ ഒരു ആംഗിളിൽ നിന്ന് ഇദ്ദേഹം റിയാക്ട് ചെയ്യുന്നതും മക്കൾ നേരെയായി കാണണം എന്നുള്ളത് ഇദ്ദേഹം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. സോ സിനിമയിൽ എന്തുകൊണ്ടും പറയാൻ ന്യായമുള്ളത് ഈ കഥാപാത്രത്തിനാണെന്ന് തോന്നിയിട്ടുണ്ട്. സിനിമയിലുള്ള എല്ലാ പാർട്ടികളെയും ഈ സിനിമ ആക്ഷേപിക്കുന്നുണ്ട് എന്ന കാരണത്താലല്ല സന്ദേശം എന്ന സിനിമ അപ്പൊളിറ്റിക്കൽ ആവുന്നത്. KG പൊതുവാളും കുമാരപിള്ളയെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും റിയാലിറ്റിയിൽ ഉണ്ട്. പക്ഷേ ഇവരുടെ പൊളിറ്റിക്സിനെ ഈ സിനിമ എതിർക്കുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സും സംസാരിക്കാൻ ഇല്ല. സമരത്തിന് വരെ ഈ സിനിമ കൊടുക്കുന്ന വ്യാഖ്യാനം ഒരു തെറ്റായ രീതിയിൽ ആണ്. ആൻഡ് ഈ സിനിമയിൽ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഒഴിവ് നോക്കിയിട്ട് വെക്കുന്ന ഒരു സംഭവമല്ല സമരം. ശ്രീനിവാസൻ ഇതേ ഗിമ്മിക്ക് വരവേൽപ്പ് എന്ന സിനിമയിലും ചെയ്തിട്ടുണ്ട്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ സ്ട്രഗിൾസ് ഒരു പരിധി വരെ നീറ്റായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത്. പക്ഷേ ഫൈനൽ ആക്ടിൽ വരുമ്പോഴത്തേക്കും സമരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല എന്നാണ് ആ സിനിമ പറയുന്നത്. അങ്ങനെ സമരങ്ങൾ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ത്യ എന്ന് കാണുന്ന ഇന്ത്യ ആവില്ല. പിന്നെ ഇതെല്ലാം ശ്രീനിവാസനെ പോലെ ഒരു അപ്പൊളിറ്റിക്കൽ അജണ്ട ഉള്ള ഒരാൾ എഴുതിയ രണ്ട് സിനിമയായത് കാരണം ഇതിലെനിക്ക് വലിയ അത്ഭുതങ്ങളില്ല. പടവെട്ടും സന്ദേശവും രണ്ട് ജോൺറയിലുള്ള സിനിമകളാണെങ്കിലും രണ്ടിലും ഒരു കോമൺ ആയൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ രണ്ട് സിനിമകളെ വ്യത്യസ്തമാക്കുന്ന ഒരു പോയിന്റും ഉണ്ട്. പടവെട്ടിലും രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് കാരണം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്, സന്ദേശം പോലെ തന്നെ. പക്ഷേ അയാൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സന്ദേശത്തിലെ പോലെയല്ല രവി എന്ന കഥാപാത്രം റിയാക്ട് ചെയ്യുന്നത്. അയാൾ പൊളിറ്റിക്കലി അവെയറാണ്. ആരൊക്കെ എങ്ങനെയാണ് ഇവരോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊരു ബോധമുണ്ട്. പ്രധാനമായിട്ടും സ്വന്തമായിട്ട് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതുള്ളത് കാരണമാണ് പൊളിറ്റിക്കലി അയാൾക്കെതിരെ ഒരു അജണ്ട നടക്കുമ്പോൾ രവി അയാളുടെ പൊളിറ്റിക്സ് വ്യക്തമാക്കുന്നത്. പടവെട്ടിൽ പറയുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു പദ്ധതി വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അവരുടെ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് മാറ്റും. പക്ഷേ സന്ദേശം എന്ന സിനിമയുടെ പ്രശ്നം ഇതാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, അതുകൊണ്ട് ഇതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തിലകൻ പറയുന്ന ഡയലോഗ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമ അപ്പൊളിറ്റിക്കലായി എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. സപ്പോസ് ഒരു റാൻഡം റിഗ്രസീവ് ആയിട്ടുള്ളൊരു സിനിമയിൽ ഫീമെയിൽ കഥാപാത്രങ്ങളെ വിക്ടിമൈസ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് എല്ലാം മിക്കപ്പോഴും കാണിച്ചിട്ട് സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, അമ്മൂമ്മയാണ് എന്ന് അതിലെ നായകൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അതിൻ്റെ സംവിധായകൻ ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കാൻ പറയുന്ന വെറും വാചകം മാത്രമായിട്ട് മാറും. അത് ഈ സിനിമയും ചെയ്യുന്നത് സെയിം കാര്യമാണ്. അത്രയും നേരം അപ്പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റുന്ന സെഗ്മെൻറ്റ്സ് എല്ലാം കാണിച്ചിട്ട് ഈ ഡയലോഗ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാൽ ഈ ഡയലോഗെല്ലാം പറഞ്ഞിട്ട് ഇതിന് വിപരീതമായൊരു ക്ലോസിംഗ് സീക്വൻസ് ആണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. തെറ്റായ രീതിയിൽ പൊളിറ്റിക്സിനെ ഉപയോഗിച്ചിരുന്ന പ്രഭാകരൻ ആൻഡ് പ്രകാശൻ അതിനെ തിരുത്തുന്നതായിട്ട് ഈ സിനിമ എവിടെയും കാണിക്കുന്നില്ല. മറിച്ച് പൊളിറ്റിക്സ് ഉപേക്ഷിക്കുന്നതാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. കാര്യം ഇവരുടെ അനിയൻ ഇവരെ പോലെ തന്നെ മറ്റൊരു ഫ്രോഡാണെങ്കിലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിന് സമരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം എന്ന ഉപദേശമൊന്നും ഈ രണ്ട് ക്യാരക്ടേഴ്സ് കൊടുക്കുന്നില്ല. പകരം കയ്യിലെ കൊടി ഒടിച്ചു കളയുന്നതാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സന്ദേശം ഒരു പൊളിറ്റിക്സും പറയാത്ത, എന്നാൽ പൊളിറ്റിക്കലി അവെയറായിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി എന്നാണ് ഈ സിനിമ പറയുന്നത്. അതാണ് അപ്പൊളിറ്റിക്കലായ സന്ദേശം തരുന്ന സന്ദേശം. സന്ദേശത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.